എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനം പൊളിറ്റിക്സിൽ ഇല്ല എന്നതൊരു വസ്തുത തന്നെയാണ്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലും അത്ര വലിയ എത്തിക്സ് ഒന്നുമില്ല. എത്തിക്സ് ഉണ്ടെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ. പക്ഷെ അങ്ങനെയാണെങ്കിലും കോൺഗ്രസ് പാർട്ടിയെ പോലെ തീരെ എത്തിക്സ് ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി വേറെ ഉണ്ടോ എന്നത് സംശയമാണ്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ കണ്ണ് കാണാത്ത അവസ്ഥ, അതാണ് കോൺഗ്രസ്സുകാരുടെ ഒരു മുഖമുദ്ര എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു സിറ്റുവേഷൻ തന്നെ നമുക്കറിയാം. ഇത്രയും കാലം ആരായിരുന്നു കോൺഗ്രസ്സുകാർക്ക്? സ്റ്റാലിൻ. മോദിക്കെതിരെ പോരാടുന്ന റീജിയണൽ ലീഡർ, ടവറിംഗ് ഫിഗർ. രാഹുൽ ഗാന്ധിയെ പലപ്പോഴും സഹായിക്കുന്ന, മോദിക്കെതിരെ പല ഡയലോഗുകളൊക്കെ അടിച്ചുവിടുന്ന ഒരു ലീഡർ ഇപ്പോൾ ആരായി? ഒറ്റയടിക്ക് ഒരു അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടപ്പോൾ കോൺഗ്രസ്സുകാർ ഒന്നടങ്കം ക്യാമ്പ് മാറി വിജയ്ക്കൊപ്പം പോയി എന്നുള്ളതാണ്. പിന്നിൽ നിന്ന് കുത്തി എന്ന് തന്നെയാണ് DMK-ക്കാർ പറയുന്നത്. ബാക്ക് സ്റ്റാബേഴ്സ് എന്നാണ് DMK-യുടെ മുതിർന്ന നേതാവായ ഇളങ്കോവൻ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അധികാരം എവിടെയുണ്ടോ അങ്ങോട്ട് ചാടുക എന്നുള്ള യാതൊരു എത്തിക്സും ഇല്ലാത്തൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള. ഇപ്പോൾ സ്റ്റാലിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ അല്പം സങ്കടം തോന്നുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധി എല്ലാവരും വിമർശിക്കുമ്പോൾ പപ്പുവാണ്, അല്ലെങ്കിൽ കോമാളിയാണ്, മണ്ടനാണ്, അതുകൂടാതെ കാര്യപ്രാപ്തിയില്ല, കുട്ടികളുടെ ബുദ്ധിയുള്ള വ്യക്തിയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉറക്കെ പ്രഖ്യാപിച്ച വ്യക്തി സ്റ്റാലിനാണ്. ആ സ്റ്റാലിനെയാണ് പെട്ടെന്നൊരു മാറ്റം വന്നപ്പോൾ താൽക്കാലിക ലാഭത്തിന് ഒരു 2 മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ബാക്കിൽ നിന്ന് കുത്തിയിരിക്കുന്നത്. ഇതാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി. ആ പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് അധികാരമാണ് പ്രധാനം, ബാക്കിയെല്ലാം വെറും സെക്കൻഡറിയാണ്. ആ പാർട്ടിയുടെ മുന്നോട്ട് പോക്ക് തന്നെ അധികാരത്തെ കേന്ദ്രീകരിച്ചാണെന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ കേരളത്തിലെ സാഹചര്യം നമുക്കറിയില്ല. കേരളത്തിൽ ഇപ്പം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പോരാട്ടമാണ് നടക്കുന്നത്. ഇന്ന് രമേശൻ, സതീശൻ, വേണുഗോപാലൻ, ഇതിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളത് സംബന്ധിച്ച് ഒരു സൂചനയും ഇല്ല എന്നതാണ് വസ്തുത. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ അനുയായികൾ വലിയ വലിയ പ്രസ്താവനകളൊക്കെ നടത്തുന്നു, തുറന്ന് പല കാര്യങ്ങളും പറയുന്നു. അപ്പോൾ ഇനിയൊരു 3-4 ദിവസം ഇതൊക്കെ തന്നെയായിരിക്കും. അടി, ബഹളം, തമ്മിലടി, കലഹം, ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുക. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് ഒത്തൊരുമിച്ച് നിന്നൊരു ഫോട്ടോ എടുക്കും എന്നുള്ളതാണ് മറ്റൊരു കോമഡി എന്ന് പറയുന്ന ഒരു സംഭവം. ഇതൊക്കെയാണ് സാഹചര്യം. അപ്പോൾ കോൺഗ്രസ് എവിടെ അധികാരമുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ അവരുടെ നിലപാടൊക്കെ മാറ്റും. യാതൊരു തരത്തിലുള്ള എത്തിക്സോ അല്ലെങ്കിൽ വന്ന വഴി ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന, അല്ല വന്ന വഴി മറക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകളൊന്നല്ല. ഇപ്പോൾ മുസ്ലിം ലീഗിന് തന്നെ നല്ലൊരു പണി കിട്ടി. കാരണം മാത്യു കുഴൽനാടനെ പോലുള്ള ഒരു പ്രമുഖ നേതാവാണ് പറഞ്ഞിരിക്കുന്നത്, മുസ്ലിം ലീഗിൻ്റെ കാര്യം നോക്കിയാൽ മതി, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തീരുമാനിക്കും, ലീഗിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടാറില്ല. ഒരുപക്ഷെ ന്യായമായ കാര്യം തന്നെയായിരിക്കും. പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നു എന്നുള്ളത് തന്നെ വളരെ അത്ഭുതകരമാണ്. പ്രത്യേകിച്ച് KC വേണുഗോപാലിനെയൊക്കെ വല്ലാതെ ടാർഗറ്റ് ചെയ്യാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുകയാണ്, സതീശൻ്റെ വാക്കും കേട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ പണി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ എല്ലാ നേതാക്കളും പറഞ്ഞിരുന്നത്. ഇപ്പോഴും അതൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ നിലപാടൊക്കെ മാറിയിട്ടുണ്ടെന്നുള്ള. കാരണം സാഹചര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ ഒരുപാട് മാറ്റും എന്നുള്ള. അപ്പം നിലവിലെ ഒരു അംഗസംഖ്യ നോക്കുകയാണെങ്കിൽ 102 സീറ്റിൽ ലീഗിൻ്റെ 22 സീറ്റ് ഇല്ലെങ്കിലും 80 സീറ്റ് അല്ലെങ്കിൽ 80 അംഗങ്ങളുടെ പിന്തുണ UDFിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ട്. കോൺഗ്രസിന് മാത്രം 63 MLA-മാരുണ്ടെന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. 7 MLA-മാർ കേരള കോൺഗ്രസിനുണ്ട്. ഇതെല്ലാം ഒരു വസ്തുതയാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ബാർഗൈനിങ് പവറൊക്കെ കുറച്ച് കുറയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് സതീശൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ലീഗ് വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ അതുപോലെ ഒന്നും നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. കാരണം രാഷ്ട്രീയം അതാണ്. മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെയാണ് മലബാറിൽ ഇത്രയും സീറ്റുകളിലൊക്കെ കോൺഗ്രസ് ജയിച്ചത്. ആ കാര്യത്തിൽ സംശയമില്ല. കാരണം മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ കഠിനാധ്വാനം. കാരണം കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ ആരാണുള്ളത്? കുറേ വോട്ടുണ്ടാവും, പക്ഷേ പ്രവർത്തിക്കാൻ ആരുമില്ല, ചെറുപ്പക്കാരൊന്നും തീരെയില്ല. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ ആ ഒരു പിൻബലത്തിലാണ് കോൺഗ്രസ് പാർട്ടി ഇത്രയും സീറ്റുകൾ നേടിയെടുത്തത്. പക്ഷേ അതിനുശേഷം അവരുടെ നിലപാട് മാറ്റുന്നു എന്നുള്ള തമിഴ്നാട്ടിൽ സ്വീകരിച്ച നിലപാട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് വലിയ വിഭിന്നമൊന്നുമല്ല കേരളത്തിലെ സിറ്റുവേഷനും. കാരണം കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആ പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടി മുന്നോട്ട് പോകുന്നത് തന്നെ അധികാരം എന്നുള്ള ഒറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ്. അപ്പോൾ എന്തായാലും നല്ല കോമഡിയാണ്. നമുക്കിതെല്ലാം കണ്ട് ചിരിക്കുക എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല.